ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ 6ാമത്തെ ലെസൺ നോക്കുകയാണ്. 6ാമത്തെ ലെസണിലെ ഫസ്റ്റ് പാർട്ട്. 6ാമത്തെ ലെസൻ്റെ പേര് രക്ത് ഔർ ഹമാര ശരീർ. രക്ത് ഔർ ഹമാര ശരീർ എന്നാണ്. ഈ രക്തം എന്ന് പറയുമ്പോൾ ബ്ലഡ്, ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്, അതായത് രക്തവും, ഹമാര ശരീർ നമ്മളുടെ ശരീരവും, രക്തവും നമ്മളുടെ ശരീരവും, ബ്ലഡ് ആൻഡ് ആ ബോഡി. അതായത് രക്തവും നമ്മുടെ ശരീരത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഇതിൻ്റെ ലേഖകൻ എന്ന് പറയുന്നത് യതീഷ് അഗർവാൾ എന്നതാണ്. ഇയാളാണ് ഇതിൻ്റെ ലേഖകൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ഇതിന് നമ്മളൊരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ നോക്കാം അതിനെക്കുറിച്ച്, ഇതിലെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദിവ്യ അനിൽ കി ചോട്ടി ബഹൻ ഹെ. ദിവ്യ ഒരു പെൺകുട്ടി. ആ കൊച്ച് അനിൽ എന്ന ആൺകുട്ടിയുടെ ചോട്ടി ബഹൻ എന്ന് പറഞ്ഞാൽ ചെറിയ അനിയത്തി, കുഞ്ഞനിയത്തിയാണ്. ദിവ്യ അനിൽ की छोटी बहन है. यो तो वो शुरू से ही कमज़ोर है. ശരിക്കും ദിവ്യ शुरू से ही कमज़ोर है. ചെറുപ്പം തൊട്ടേ शुरू से ही कमज़ोर है. കംജോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്, വീക്കാണ്. लेकिन इधर कुछ दिनों से उसे हर समय थकान महसूस होती रहती है. लेकिन പക്ഷേ ഇപ്പോൾ ഇവിടെ കുച്ച് ദിനോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഉസെ എന്ന് പറയുമ്പോൾ ദിവ്യക്ക്, അവൾക്ക് ഹർ സമയ എല്ലാ സമയത്തും തഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡ് അല്ലെങ്കിൽ ക്ഷീണം, തഖാൻ മെഹസൂസ് ഹോത്തി രത്തി ഹെ. മെഹസൂസ് എന്ന് പറഞ്ഞാൽ ഫീൽ ആവുക, അല്ലെങ്കിൽ ക്ഷീണം തോന്നുക എന്നാണ് മെഹസൂസ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ദിവ്യയ്ക്ക് എപ്പോഴും ക്ഷീണം തോന്നുന്നു. മൻ കിസി കാമൻ നെഹി ലഗ്ത. മൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഏത് കാര്യത്തിലും, ഒരു കാര്യത്തിലും മനസ്സുറപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റുന്നില്ല. കിസി കാം, ഒരു കാര്യത്തിലും ഒരു ജോലിയും മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭൂഖ് ഭി പഹലെ സെ കം ഹോ ഗയി ഹെ. ഭൂഖ് എന്ന് പറഞ്ഞാൽ വിശപ്പും പഹലെ സെ കം ഹോ ഗയി ഹെ. പഹലെ സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെക്കാളും ഈ വിശപ്പ് ഒരുപാട് കുറഞ്ഞു. अस्पताल में उसे डॉक्टर ने दिखा तो कहा. अस्पताल में उसे डॉक्टर ने देखा तो कहा. അതായത് अस्पताल എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഈ ദിവ്യയെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു लगता है दिव्या के शरीर में रक्त की कमी हो गई है. എനിക്ക് തോന്നുന്നു ദിവ്യയുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. രക്ത് കി കമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ കുറവ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് രക്തം കുറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു. ജാഞ്ച് കറാക്കർ ദേഖ്തേ ഹെ. ജാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. യഹ് കഹക്കർ, ഇത് പറഞ്ഞുകൊണ്ട് उन्होंने दिव्या को रक्त की जांच के लिए पास के एक कमरे में भेज दिया. ദിവ്യയെ രക്ത് की जांच के लिए, ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട്, ജാഞ്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, രക്ത് की जांच എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പാസ് കെ एक कमरे में भेज दिया. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഒരു വേറെ റൂമിലോട്ട്, കമര എന്ന് പറഞ്ഞാൽ റൂം, വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ റൂമിലോട്ട് ഭേജ് ദിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്തൊരു റൂമിലോട്ട് പറഞ്ഞു വിട്ടു. വഹാ അനിൽ കോ അപ്നി
अपनी ही जान पहचान की ഡോക്ടർ ദീദി ദിഖായി ദി. അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ അപ്പോൾ അനിലും കൂടെ ഉണ്ടായിരുന്നു, ദിവ്യയുടെ കൂടെ അനിലും ഉണ്ടായിരുന്നു. അപ്പോൾ അനിൽക്കോ അപ്നി ജാൻ പഹചാൻ കി, ജാൻ പഹചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന, മുമ്പ് തന്നെ അറിയുന്ന, പരിചയമുള്ള, ജാൻ പഹചാൻ കി ഡോക്ടർ ദീദി, ഒരു ഡോക്ടർ ദീദി എന്ന് പറഞ്ഞ ചേച്ചി, ഒരു ഡോക്ടർ ചേച്ചി അവിടെ കിട്ടി, കണ്ടു. ദിഖായി ദി, ദിഖായി ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഡോക്ടർ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, ആ ഡോക്ടർ ചേച്ചിയെ കണ്ടു. ആ ഡോക്ടറിനെ നേരത്തെ തന്നെ അനിലിന് അറിയുമായിരുന്നു. ഇതാണ് അനിലും അനിലിൻ്റെ സിസ്റ്ററും കൂടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു എന്താന്ന്, അനീമിയ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ടാവും, നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്ത റൂമിലോട്ട് വിട്ടു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ ചേച്ചി, ഡോക്ടർ ദീദിയെ കണ്ടു. ആ ഡോക്ടർ ദീദി ഈ അനിലിനെ നേരത്തെ തന്നെ പരിചയമുള്ളതായിരുന്നു. അപ്പോൾ ഇനി അവർ തമ്മിലുള്ള സംഭാഷണമാണ്, അത് നോക്കാം നമുക്ക്. ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി എന്ന് പറഞ്ഞ ചേച്ചി, ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി പറഞ്ഞു, കഹോ അനിൽ കേസെ ആനാ ഹുവ, പറയൂ അനിൽ, കഹോ എന്ന് പറഞ്ഞാൽ പറയൂ അനിൽ, കേസെ ആനാ ഹുവ, എന്തിനാ വന്നത്, എന്തു പറ്റി, കേസെ ആനാ ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വന്നത്, എന്തു പറ്റി. അപ്പോൾ അനിലിനെ ബതായ कि डॉक्टर ने दिव्या को खून की जांच के लिए आपके पास भेजा है. डॉक्टर ने दिव्या को, ദിവ്യയെ खून की जांच के लिए, രക്തം ടെസ്റ്റ് ചെയ്യാനായിട്ട്, ജാഞ്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, രക്തം ടെസ്റ്റ് ചെയ്യാനായിട്ട് ആപ്കെ പാസ് ഭേജാ ഹെ. ആപ്പ് എന്ന് പറയുന്നത് ഇവിടെ ആ ഡോക്ടർ ദീദി, ഈ റൂമിലുള്ള ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ആ ഡോക്ടറുടെ അടുത്തേക്ക്, ഡോക്ടർ ദീദീൻ്റെ അടുത്തേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് മറ്റേ ഡോക്ടർ രക്തം ടെസ്റ്റ് ചെയ്യാനായിട്ട് ദിവ്യയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ആ ദിവ്യയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത്തന സുൻതേ ഹി, ഇത്ര പറഞ്ഞത് അത് കേട്ടിട്ട്, ഇത്തന എന്ന് പറഞ്ഞാൽ ഇത്ര, സുൻതേ ഹി കേട്ടപ്പോൾ തന്നെ ഡോക്ടർ ദീദിനെ ദിവ്യ की उंगली से रक्त की कुछ बूंदे एक छोटी सी शीशी में डाल दी. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ദിവ്യാക്കി ഉംഗ്ലി എന്ന് പറഞ്ഞാൽ വിരലിൽ നിന്ന് കുറച്ച്, ഉംഗ്ലി സെ രക്ത് കി കുച്ച് ബൂന്ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൻ്റെ കുറച്ച് തുള്ളികൾ, കുച്ച് ബൂന്ദേ ഏക് ഛോട്ടി സി, ഒരു ചെറിയ ഛോട്ടി സി സീസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പി, ചെറിയൊരു കുപ്പിയിൽ, ടെസ്റ്റ് ട്യൂബ് പോലുള്ള ഒരു കുപ്പിയിൽ, അതിൽ ഡാൽദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടു. അപ്പോൾ ദിവ്യേൻ്റെ വിരലിൽ നിന്ന് കുറച്ച് രക്തത്തുള്ളികൾ ആ സാമ്പിൾ ബോട്ടിലോട്ട് കളക്ട് ചെയ്തു. ഓർ സ്ലൈഡ് പെർ ലഗാതി, സ്ലൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ്, അതിന് ഗ്ലാസ് സ്ലൈഡ് എന്നാണ് പറയുക. അതിലാണ് രക്തമൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏത് സ്പെസിമെനാണോ അത് വെച്ചിട്ട്, സാമ്പിൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ലൈഡിൽ വെച്ചു ആ രക്തം. ഫിർ അനിൽ സെ ബോലി, എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ രക്തം കളക്ട് ചെയ്ത സാമ്പിൾ ബോട്ടിലാണത്. എന്നിട്ട് എന്ത് ചെയ്തു, അനിലിനോട് പറഞ്ഞു, അനിൽ തും കൽ അസ്പതാൽ സെ റിപ്പോർട്ട് ലേ ജാന. അനിൽ നീയ്, തും കൽ എന്ന് പറഞ്ഞാൽ നാളെ അസ്പതാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, നീ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ട് ലേ ജാന, റിപ്പോർട്ട് കൊണ്ടുപോക്കോ, നാളെ വന്നിട്ട് നീ റിപ്പോർട്ട് കൊണ്ടുപോക്കോ, നാളെ ആകുമ്പോഴേക്കും റിപ്പോർട്ട് തയ്യാറാവും, നീ വന്നിട്ട് റിപ്പോർട്ട് കൊണ്ടുപോവാം, നാളെ വന്നാൽ റിപ്പോർട്ട് കൊണ്ടുപോകാം. അതാ അങ്ങനെ അനിലിനോട് പറഞ്ഞു. അഗ്ലേ ദിൻ अस्पताल पहुंचकर अनिल ने डॉक्टर दीदी के कमरे के दरवाजे पर दस्तक दी എന്ന് പറഞ്ഞാൽ അവിടെ എത്തി, അല്ലെങ്കിൽ മുട്ടി, അല്ലെങ്കിൽ പ്രസൻ്റായി. അതായത് അഗ്ലേ ദിൻ, നെക്സ്റ്റ് ഡേ, അഗ്ലേ ദിൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ, അഗ്ലേ ദിൻ അസ്പതാൽ പहुंचकर, അസ്പതാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, പहुंचकर എന്ന് പറഞ്ഞാൽ എത്തിയിട്ട്, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അനിൽ എന്ത് ചെയ്തു, ഡോക്ടർ ദീദിക്ക് കമരയ്ക്ക് ദർവാജെ പർ ദസ്തക് ദി, ഡോക്ടർ ദീദീൻ്റെ കമര, അതായത് റൂമിൽ, ആ ഡോക്ടർ ദീദി ഇരിക്കുന്ന ആ റൂമിൽ എത്തി. ദർവാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിൽ പ്രസൻ്റായി,
വാതിലിലെത്തി. വാതിലിനുള്ളിൽ കൂടെ അവിടെ ഡോക്ടർ ദീദീൻ്റെ മുമ്പിൽ എത്തി എന്നാണ് അത് പറയുന്നത്. ഭീതർ സെ ആവാജായി, അതായത് ദർവാജയിലെത്തി. ദർവാജ എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഭീതർ സെ ആവാജായി, ഭീതർ എന്ന് പറഞ്ഞാൽ അന്തർ, ഉള്ളിൽ നിന്ന് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആവാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, സൗണ്ട് വന്നു. ആജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൂ, ഉള്ളിൽ വരൂ. ആജാവോ അനിൽ കമരമേ प्रवेश किया. ओके, कमरे में प्रवेश किया तो पाया डॉक्टर दीदी सूक्ष्मदर्शी द्वारा एक स्लाइड की जांच कर रही थी. അപ്പോൾ അനിൽ വാതിലിലൂടെ എത്തിയപ്പോൾ ഈ ഡോക്ടർ ദീദി അനിലിനോട് പറഞ്ഞു, മുട്ടിയപ്പോൾ പറഞ്ഞു വാ ഉള്ളിലോട്ട് വരാൻ പറഞ്ഞു. ഉള്ളിലോട്ട് ചെന്നിട്ട് അനിൽ നോക്കിയപ്പോൾ പായ അന്തർ ജാക്കെ പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു. डॉक्टर दीदी सूक्ष्मदर्शी द्वारा एक स्लाइड की जांच कर रही थी. അപ്പോൾ ഡോക്ടർ ദീദി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സൂക്ഷ്മദർശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വഴി ദ്വാര എന്ന് പറഞ്ഞ വഴി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏക് സ്ലൈഡ് കി ജാഞ്ച് കർ രഹി തി. ഏക് എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് കി ജാഞ്ച് കർ രഹി തി. ഒരു സ്ലൈഡ്, ജാഞ്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, ഒരു സ്ലൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഒരു സ്ലൈഡിൽ എന്തോ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യായിരുന്നു. ദീദീനെ ഇഷാരെ സെ വഹ പാസ് രഖി ഏക് കുർസി പർ ബാഠ് ഗയ. അപ്പോൾ ദീദിക്ക് ഇഷാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്യം കാണിച്ചു, ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അത് കണ്ടിട്ട് ദീദിക്ക് ഇഷാരേസെ, ദീദി ഇരിക്കാനായിട്ട് ആംഗ്യം കാണിച്ചത് കൊണ്ട് വഹ് എന്ന് പറയുന്നത് ഇവിടെ അനിലിനെയാണ്. അനിൽ പാസ് രഖി എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ വെച്ചിട്ടുള്ള ഏക് കുർസി പർ ബാഠ് ഗയ. കുർസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസേര, അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ അനിൽ ഇരുന്നു. സ്ലൈഡ് की जांच पूरी होने पर डॉक्टर दीदी ने साबुन से हाथ धोए. स्लाइड की जांच पूरी होने पर, അതായത് സ്ലൈഡിൻ്റെ ടെസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞപ്പോൾ ജാഞ്ച് പൂരി ഹോനെ പർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ദീദിനെ സാബൂൻ സെ ഹാത്ത് ധോയെ. ഡോക്ടർ ദീദി എന്ത് ചെയ്തു? സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ് കൊണ്ട് കൈകൾ കഴുകി. ഓർ തോലിയ സെ പോച്ച്തി ഹുയി ബോലി. തോലിയ എന്ന് പറയുന്നത് ഈ തോർത്ത്, നമ്മുടെ ടവല് കൊണ്ട് തോർത്ത് കൊണ്ട് തുടച്ചിട്ട് അങ്ങനെ തുടച്ചുകൊണ്ട് പറഞ്ഞു. പോച്ച്തി ഹുയി തുടച്ചുകൊണ്ട് പറയും. ബോലി എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അനിൽ ദിവ്യക്കോ അനീമിയ ഹെ. ദിവ്യയ്ക്ക് അനീമിയാണ്. ചിന്താക്കി ബാത്ത് നഹി ഹെ. ചിന്താക്കി ബാത്ത് നഹി എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ചിന്ത എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ. ആങ്ഷ്യസ് ആവേണ്ട ഒരു കാര്യമില്ല, ടെൻഷൻ്റെ ഒരു ഇതുമില്ല, ടെൻഷൻ അടിക്കേണ്ട ഒറ്റ കാര്യമില്ല. ചിന്താക്കി ബാത്ത് നഹി, ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുച്ച് ദിൻ ദവാ ലേഗി തോ ഠീക്ക് ഹോ ജായേഗി. കുച്ച് ദിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം, ദവ എന്ന് പറഞ്ഞാൽ മെഡിസിൻ, അതായത് മരുന്ന്. കുറച്ച് ദിവസം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. കുച്ച് ദിൻ ദവാ ലേഗി തോ ഠീക്ക് ഹോ ജായേഗി. കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ ഠീക്ക് ഹോ ജായേഗി എന്ന് പറഞ്ഞാൽ ശരിയാവും, എല്ലാം ശരിയാവും. അപ്പം ഇതാണ് ഡോക്ടർ ദീദി മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വെച്ചിട്ട് നോക്കുകയാണ്. അതിൻ്റെ ഒരു ഫോട്ടോയാണത്. അനിൽ കെ മൻമേ ജിജ്ഞാസ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അതിന് ജിജ്ഞാസ. അനിൽ കെ മൻമേ ജിജ്ഞാസ ഹുയി. വോ ബോല ദീദി ഏക് സവാൽ പൂച്ചു. അപ്പോൾ അനിലിൻ്റെ മനസ്സിലൊരു എന്താ അറിയാനുള്ള ആഗ്രഹം, ഒരുപാട് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹമാണ്. അനിലിൻ്റെ ഉള്ളിൽ ഒരു അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ അനിൽ പറഞ്ഞു വോ ബോല ദീദി ഏക് സവാൽ പൂച്ചു. അപ്പോൾ ദീദിയോട്, ദീദി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം, പൂച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ എന്ന്. ഏക് സവാൽ പൂച്ചു. അപ്പോൾ ഡോക്ടർ ദീദി പറഞ്ഞു ഹാ ശരി. ക്യൂ നഹി, എന്തുകൊണ്ട് ചോദിക്കണ്ട, ചോദിച്ചോളൂ. ഡോക്ടർ ദീദിനെ ഡോക്ടർ ദീദി പറഞ്ഞു നീ ചോദിച്ചോ. അനീമിയ സെ ക്യാ ആപ്കാ ക്യാ മത്ലബ് ഹൈ ദീദി, ഉസ്നെ പൂച്ച. അനീമിയ ആണെന്ന് പറഞ്ഞല്ലോ ദിവ്യയ്ക്ക്.
അപ്പോൾ അനീമിയ സെ ആപ്ക ക്യാ മത്ലബ് ഹെ ദീദി? അനീമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ആപ്ക ക്യാ മത്ലബ് ഹെ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? മത്ലബ് എന്ന് പറഞ്ഞാൽ മീനിങ്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണത്? ഉസ്നെ പൂച്ച, അനിൽ ചോദിച്ചു. यह जानने के लिए तुम्हें रक्त के बारे में जानना होगा. അത് അറിയാനായിട്ട്, ജാന്നെ കെ ലിയെ, യഹ് എന്ന് പറഞ്ഞാൽ ഇത് ജാന്നെ കെ ലിയെ അറിയാനായിട്ട്, നിനക്ക് രക്ത് കെ ബാരെ മേ ജാൻന ഹോഗ, രക്തത്തിനെ കുറിച്ച് രക്തത്തിനെ കുറിച്ച് അറിയണം. ജാൻന ഹോഗ, അറിയണം. അപ്പോൾ നിനക്ക് രക്തത്തെക്കുറിച്ച് ആദ്യം അറിയണം, എന്നാലേ അനീമിയ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഡോക്ടർ ദീദിനെ കഹ, ഡോക്ടർ ദീദി പറഞ്ഞു. ഫിർ ബോലി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അനിൽ ദേഖ്നെ മേ രക്ത് ലാൽ ദ്രവ് കെ സമാൻ ദിക്താ ഹെ. ദേഖ്നെ മേ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ രക്ത് ലാൽ ദ്രവ് കെ സമാൻ ദിക്താ ഹെ. ലാൽ ദ്രവ് എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന കളറുള്ള ദ്രവം, ചുവന്ന കളറുള്ള വെള്ളം പോലെയുള്ള എന്തോ. ലാൽ രംഗ് കെ ദ്രവ് കെ സമാൻ ദിക്താ ഹെ, അങ്ങനെ ഒരു അതുപോലെ, സമാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ചുവന്ന കളറുള്ള വെള്ളം പോലെയാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ इसे सूक्ष्मदर्शी द्वारा देखे तो ये भानुमति के पिटारे से कम नहीं. ഭാനുമതി കെ പിട്ടാര എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. ഭാനുമതിയുടെ പെട്ടി, അതായത് ഭാനുമതിയുടെ പിട്ടാരയിൽ, ആ പെട്ടിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ അതൊരു ശൈലിയാണ് പറയുന്നതിൻ്റെ. അപ്പോൾ ഭാനുമതിക്ക് പിട്ടാരേസെ കം നെഹി, അതിൽ കുറവല്ല, ആ ഭാനുമതിയുടെ പെട്ടിയിൽ കുറവല്ല, അതായത് അതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കിന്തു ഇസെ സൂക്ഷ്മദർശി ദ്വാര ദേഖേ, അതായത് സൂക്ഷ്മദർശി മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭാനുമതിക്ക് പിട്ടാരേസെ കം നെഹി. മോട്ടേ തോർ പർ ഇസ്കെ, മോട്ടേ തോർ എന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും സ്പെസിഫിക് അല്ല, അതായത് മോട്ടേ തോർ പർ, അതായത് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ദോ ഭാഗ് ഹോത്തേ ഹെ. അപ്പോൾ ഇതിനെ ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വിഭജിക്കാം. ഈ രക്തത്തിനെ ദോ ഭാഗ് ഹോത്തേ ഹെ, രണ്ട് പാർട്സ് ഉണ്ട് ഈ രക്തത്തിന്. ഏക് ഭാഗ് ജോ തരൽ ഹെ, തരൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡാണ്, വെള്ളം പോലെയാണ്. ഒരു പാർട്ട് വെള്ളമാണ്, ഒരു വെള്ളം പോലെയുള്ള പാർട്ടാണ്. ജിസെ ഹം പ്ലാസ്മ കേത്തെ ഹെ, പ്ലാസ്മ എന്നാണ് അതിനെ പറയുന്നത്. അതിലത്തെ ദ്രവഭാഗത്തെ, ഇതിൻ്റെ വെള്ളം പോലെയുള്ള ഭാഗത്തിനെ നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കും. പിന്നെ അപ്പോൾ രണ്ട് ഭാഗമുണ്ടെന്ന് പറഞ്ഞു രക്തത്തിൻ്റെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ബ്ലഡിൻ്റെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പ്ലാസ്മ, പിന്നെ അടുത്തത് ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് ബ്ലഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് പ്ലാസ്മ, രണ്ടാമത് ബ്ലഡ് സെൽസ്. അപ്പോൾ ആ ദ്രവരൂപത്തിലുള്ളതാണ് പ്ലാസ്മ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം. ദൂസര വ ജിസ്മേ ഛോട്ടെ ഛോട്ടെ കൈ തരഹ് കൺ ഹോത്തെ ഹെ. ജിസ്മേ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ജിസ്മേ അതിൽ ഛോട്ടെ ബഡെ ചെറുതും വലുതുമായ കൈ തരഹ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള കൺ ഹോത്തെ ഹെ. കൺ എന്ന് പറഞ്ഞാൽ സെൽസ്, അങ്ങനെ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്, വലുതും ചെറുതുമായ പലതരത്തിലുള്ള സെല്ല്. കുച്ച് ലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്, കുറച്ചാണെങ്കിൽ റെഡാണ് കളറ്. കുച്ച് സഫേദ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, മറ്റു ചിലത് വൈറ്റും. ഓർ കുച്ച് ഏസെ ജിൻകാ കോയി രംഗ് നെഹി, കുറച്ച് ഇങ്ങനെ ചിലത് ചുവപ്പും ചിലത് വെളുപ്പും മറ്റു ചിലത് അതിനാണെങ്കിൽ ഒരു കളറും ഇല്ല. ജിൻകെ കോയി രംഗ് നെഹി എന്ന് പറഞ്ഞാൽ ഒരു കളറും ഇല്ലാത്തതോ ആയിട്ടുള്ള അങ്ങനെയുള്ള സെൽസും ഉണ്ട്. ജിനെ ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൺ കേത്തെ ഹെ. അപ്പോൾ ഒരു കളറും ഇല്ലാത്തതിനെ എന്താന്ന് പറയുന്നത്? ബിംബാണു അല്ലെങ്കിൽ അഥവാ പ്ലേറ്റ്ലെറ്റ് കൺ. പ്ലേറ്റ്ലെറ്റ്സ് കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നു. യേ കൺ പ്ലാസ്മാമേ തേർത്തേ രഹത്തെ ഹെ. ഈ സെൽസ് എല്ലാം എന്താണ്? ഈ ലിക്വിഡായ ഈ വെള്ളം പോലെയുള്ള പ്ലാസ്മയിൽ അതിലിങ്ങനെ
തേർത്തേരത്തെ നീന്തി കളിച്ചുകൊണ്ട് നീന്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ആ പ്ലാസ്മേൻ്റെ ഉള്ളിലാണ് ഈ എല്ലാ സെൽസും. അപ്പോൾ ഒരെണ്ണം റെഡ് സെൽസ്, അതിന് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും, RBC. അതിന് ഇംഗ്ലീഷ് പറയുന്നതാണ് RBC. ദെൻ രണ്ടാമത്തത് സഫേദ് വൈറ്റ് ബ്ലഡ് സെൽസ്, അതിന് WBC. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെയാണ് ഒരു കളറും ഇല്ലാത്തത്, അതിന് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയും. ഇതെല്ലാം എവിടെയാണുള്ളത്? ഈ പ്ലാസ്മേൻ്റെ ഉള്ളിൽ ഒഴുകി നടക്കുന്നു ഈ സെൽസ് എല്ലാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഇതിനൊക്കെ ഇനിയും കുറേ സംഭാഷണമുണ്ട് ഡോക്ടർ ദീദിയും അനിലും തമ്മിലുള്ളത്. അത് നമ്മൾ അടുത്ത പാർട്ടുകളിൽ നോക്കാം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടുകളും കാണുക. അടുത്ത ഇനി ഒരു 2 പാർട്ടുകൾ കൂടി ഉണ്ടാവും, സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും. അതോടെ നമ്മുടെ ഈ ചാപ്റ്റർ, ഈ ലെസൺ തീരും. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.